എന്തായി? ആധാരം കിട്ടിയോ? ഇല്ല. ചെല്ലാനുള്ള മുതലും പലിശയും കൂട്ടുമ്പം നിരക്കുകയല്ലെന്നാ ചാണ്ടിച്ചായൻ പറയുന്നത്. വേണേലൊരു 10,000 30,000 കൂടി ഇങ്ങോട്ട് തന്നേക്കാം. ഞങ്ങൾ പുരേന്ന് ഇറങ്ങി കൊടുത്തേക്കാൻ. മൂത്ത പെങ്കൊച്ചിനെ കെട്ടിച്ചെറുക്കാൻ 1.5 ലക്ഷത്തിന് ആധാരം കൊണ്ട് അടവച്ചതാ. ഇതിപ്പോ ഈ പാവങ്ങൾ രണ്ടും കൂടെ കൊത്തിക്കളിച്ചുണ്ടാക്കിയ 1.5 ഏക്കറും പെരയും ബ്ലേഡുകാരും കൊണ്ടുപോകും. ഇനിയും 2 പെങ്കൊച്ചുങ്ങൾ നിൽക്കുവാ കെട്ടുപ്രായത്തിൽ. അതുങ്ങളെയും പിടിച്ച് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങും? ഞങ്ങൾ വല്ല വിഷവും വാങ്ങിട്ട് തിന്നത്തേ ഉള്ളൂ. കുഴിയിൽ ഫിനാൻസ് ചാണ്ടി തെറ്റയാ. നല്ല വായയിൽ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. നോക്കാം. വിഷമിക്കാതെ ഇടതി, നമുക്ക് ശരിയാക്കാം. ആ താഴെയുള്ള പെങ്കൊച്ചുങ്ങളെങ്കിലും 4 അക്ഷരം പഠിപ്പിക്കാൻ നോക്കിച്ചായ പിന്നെ കുടുംബവും കുലവും ഒക്കെ അവളുമാര് നോക്കിക്കോളും. ചെല്ല്. നോക്കിക്കേ നോക്കിക്കേ, ഇതെന്താ ഇത്? എന്താ നോക്കി? റേസ്ലേ അതെവിടെ വെക്ക്? എനിക്കെല്ലാം അമ്മ പൊടിയനാ. വിശന്ന് അവൻ കുറയ്ക്കാൻ തുടങ്ങും. ശരി. എട്ട് മാസത്തെ ബോണസ് കുടിശ്ശിക തീർത്ത് തന്നു ദേവര്. നാളെ തൊട്ട് വീണ്ടും എല്ലാവരും എസ്റ്റേറ്റ് പണിക്ക് കയറിക്കൊള്ളാനും പറഞ്ഞു. പേടിച്ചിട്ടാ. ഇവിടുന്ന് പറഞ്ഞ വാക്കിന്റെ ബലവാ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് കാശല്ലേ? എടുക്ക് എടുക്ക് സോമശേഖര. അല്ല, അത് ഞങ്ങളുടെ ഒരു പതിവാ. മുതലാളി കുടിശ്ശിക തീർത്തതിന്റെ പങ്ക് പിടിച്ച് പറിച്ച് നക്കാൻ ഇത് ട്രേഡ് യൂണിയൻ ആഫീസ് അല്ലല്ലോ ലോപ്പസേ. കൂട്ടത്തിൽ കുറച്ചുപേരെ തേവരുടെ ഗൂണ്ടകള് തല്ലി കൈയും കാലും ഓടിച്ച് ആശുപത്രിയിൽ ഇട്ടിട്ടില്ലേ? ഇത് അവർക്ക് വീതിച്ചു കൊടുത്തേര്. പൊക്കോ. മുരളീധരൻ, മട്ടാഞ്ചേരിയ പ്ലേസ് ഓഫ് ബർത്ത്. ചാർജ് എടുത്ത മുതൽ പേര് കേൾക്കുന്നുണ്ട് രണ്ടിൻ്റെയും. നല്ല പേരല്ല. ഓ, ഈ പോലീസ് ഒന്നായിട്ടുവേ സർക്കാരിൻ്റെ ഒരു തോക്ക. അതിൻ്റെ കുഴലിനകത്തോട്ട് വേറെ കുഴൽ കയറ്റരുത്. നിന്റെ കണ്ണാക്കി പൂച്ച വിട്ട് കിടക്കുന്നു. സാറ് പറഞ്ഞ കേട്ടില്ലടാ, ഊന്ന് പറയടാ. ഇനി നിന്റെയൊക്കെ തല്ലും പിടിയും കച്ചേരി കൂടുതലും ഒക്കെ കുറച്ചു കാലം ഈ തട്ടം പുറത്ത് ചുരുട്ടിക്കറ്റി വെച്ചോണം. ഇല്ലെങ്കിൽ ചവിട്ടി ചത പഴിപ്പിക്കും രണ്ടിന്റെയും. കേട്ടാ? ഡി കൊച്ചേ, ഇനി വന്നേ. പട്ടിക്കുള്ളതാ? ഇനി കൊരക്കരുത്. സാർ ഇന്നാട്ടില് പുതിയതാണെന്നല്ലേ പറഞ്ഞു? മട്ടാഞ്ചേരി. ആ, മട്ടാഞ്ചേരി. ഇവിടെ സ്റ്റേഷന് തൊട്ട് 4ാമത്തെ ബിൽഡിംഗ്, സരസൂസ് മെഡിക്കൽസ്. നല്ല തിരുപ്പൂര് പഞ്ഞി കിട്ടും. അല്ലെങ്കിൽ വേണ്ട, ഇലവ് പൂക്കുന്ന കാലമാ മലയില്. ദാ യവമാരെയൊക്കെ വിട്ട് പെറുക്കിച്ചാ മതി. എന്നിട്ട് ഉണ്ട ഉരുട്ടി 2 ചെകിട്ടിലോട്ടും അങ്ങ് തള്ളിക്കും. പഞ്ഞി. പിന്നെ നമ്മുടെ പേരും കേൾക്കുകയില്ല, ഒന്നും കേൾക്കുകയില്ല. ഉരുട്ടിയ പഞ്ഞി ഇങ്ങനെ മൂക്കിലോട്ടും തള്ളാം. കേട്ടടാ? അത് ചെയ്യിക്കരുത് ഞങ്ങളെ കൊണ്ട്. വർഗീസേ, വാ.
അല്ല പിള്ളേരുറങ്ങിയോടി? ശരിയേ, നിനക്കൂടെ ഒരെണ്ണം ഒഴിക്കട്ടെ? എന്നാ പറ്റിന്ന്? എന്നാ പറ്റിയെന്നാ ചോദിച്ചത്? മാറ്. മേരി ചോദിച്ചു കേട്ടില്ലേ നിനക്ക് എന്നാലും പേടിയുണ്ടോന്ന്? ആ ഉണ്ട്. 5 ആങ്ങളമാരുടെ അപ്പൻ്റെയും കൈതട്ടി എൻ്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോ എന്നെക്കാ തൻ്റെ ഇടം വരുന്നല്ലോ. ഇപ്പൊ എന്നാ പറ്റി? അന്ന് ഞാനും നിങ്ങളുവേ ഉള്ളൂ. ഇപ്പോ 4 ഉണക്ക പോലീസുകാരൻ നീ മുറ്റം വരെ ചവിട്ടി കയറിയെന്ന് വിചാരിച്ചിട്ടാ? ഇതാദ്യമൊന്നും അല്ലല്ലോ. എടി പോലീസുകാർ അവരുടെ പണി നേരാവണ്ണം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കണം. ഇനി മിറ്റം വരെ വന്നവര് നാളെ അകത്തേക്ക് ചവിട്ടി കയറിയില്ലെന്ന് ഉറപ്പ് വരാൻ പറ്റുമോ എനിക്ക്? ഒറ്റയ്ക്കായി പോകും നമ്മള്. പുറത്തെന്നേലും കാര്യത്തിന് പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ എനിക്ക് തിരിച്ചറിയാൻ ഒക്കുന്നുണ്ട്. ഇച്ച നമുക്കിവിടുന്ന് പോവാം. മേരി പോണം. ഞങ്ങൾ ഇവിടെ നിന്നോളാം. വാ മോളെ. തമ്പാനും ആന്റണി അങ്ങ് കയറിപ്പോര്. സുയിച്ച നിനക്കൂടാ അരയില് കരുതിയിട്ടില്ല ഈ വരവില്. എന്നാ വിഷയം? ഓ, അവക്ക് 3 മാസം വയറ്റിലുണ്ട്, അതാണോ? ഒരു കാര്യം ചെയ്, മിഷൻ ആശുപത്രി കൊണ്ട് പൊട്ടിച്ചോളാം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ചക്കറോ ഞാൻ കൊടുത്തോളാം. ഇനി അതിന് ഒക്കുകയില്ലെങ്കിൽ വാളർ എസ്റ്റേറ്റിന്റെ കിഴക്ക് ഏലുകയിൽ ഒരു പൊട്ടക്കിണറുണ്ട്, കേട്ട് കാണും. ഇതുപോലെ പള്ള വീർപ്പിച്ച് കയറുന്ന ചില ആളുമാര് അതിൽ ചാടാറുണ്ട്, ചാടിക്കാറുമുണ്ട്. ശേടാ, ഇതിപ്പോ പിഴച്ച് പൊക്കോട്ടെന്ന് വെച്ചപ്പോ ഞാൻ ഇനി തന്തയുണ്ടാക്കി കൊടുക്കണോ? നീയേക്കോടാ തമ്പി, നീയോടാ രാജാ? ആ അല്ലേ, പിന്നെ ഇവൻ ഏറ്റോളൂ. ജർമ്മനാ, അവള് കൂടുക നേരത്തെ ഇവൻ കയറി പണി പറ്റിച്ചെന്ന് പറഞ്ഞാൽ മതി. എസ്റ്റേറ്റിൽ തേയിലനുള്ളാൻ വന്ന പെണ്ണ് കാര്യം കാണാൻ മുതലാളിയെ വശീകരിച്ചതല്ല. ഈ ചെറ്റകളെ ഇടവും വലവും നിർത്തി നീ ബലാത്കാരമായിട്ട് പിഴപ്പിച്ചതാ അവളെ. എന്നിട്ട് അവള് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോ നീ എന്നാ പറഞ്ഞ? പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് വാളറമാണിയുടെ വാടകപ്പെരയില, അവിടുത്തെ SI ഏമാൻ അടക്കമുള്ളവന്മാര് നിന്റെ മറ്റടത്താ. ആണോടാ പുല്ലേ? പൊട്ടിച്ചു കളയണം അല്ലടാ, സൗകര്യമില്ലടാ. ആ മഹാപാപം ചെയ്യാനുള്ള മനസ്സവക്കില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവക്കും അവക്കൊണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും നല്ല അന്തസ്സായിട്ട് ഏതെങ്കിലും ദിക്കിപ്പോയി ജീവിക്കാനുള്ള വക നീ കൊടുക്കും, കൊടുത്തിരിക്കും. അല്ലെങ്കിൽ ഒന്നുകൂടെ വരും ഞങ്ങള് നിന്റെ അന്ത്യകൂദാശയ്ക്ക്, കത്തനാരച്ചനുമായിട്ട്. നീ വാഗച്ചേ.
വലിച്ചിറക്കൊണ്ട് വാടവന്മാരെ. എന്നാ അവിടെ നോക്കടാ. ഏ മമ്മ നീ അകത്തേക്ക് ചെല്ല് മോൻ്റെ അടുത്തോട്ട്. എന്താ? അല്ല, ആന്റണി തമ്പാനും അവരെ പേരിലൊരു പരാതിയുണ്ട്. വാളറ മാണി മുതലാളിയുടെ. അവരിവിടെ ഇല്ല, നിലമ്പൂർക്ക് പോയതാ തടിയെടുക്കാൻ. എന്നാ ഛേ, എന്താടേ? എന്തായിടോ? ഇവിടെ അമ്മാരില്ല സാറേ. ഓ, രണ്ടാമാർ കൂടെ ഇവളുടെ തടി തികയാഞ്ഞിട്ട് പുറത്ത് തടി പിടിക്കാൻ പോയതായിരിക്കും. വർഗീസ് അടഞ്ഞാലേ തീർത്ത് കളയും എൻ്റെ കൊച്ചുങ്ങളടക്കം. വർഗീസേ, വാടോ. മേരി, ഞാൻ